വിഴിഞ്ഞത്തെ രണ്ടാം ഘട്ട നിർമ്മാണോദ്ഘാടനം നടക്കുമ്പോൾ പ്രൗഢഗംഭീരമായ ചടങ്ങാണ് നമ്മൾ കാണുന്നത്. അത് നമ്മൾ പറഞ്ഞതുപോലെ 10,000 കോടിയുടെ വികസന പദ്ധതികളാണ് രണ്ടാം ഘട്ടത്തിൽ നടപ്പാക്കാൻ പോകുന്നത്. മുഖ്യമന്ത്രി ഇതാ ഉദ്ഘാടനം ചെയ്യാൻ പോവുകയാണ്. ഇനിയിപ്പോൾ ലോക വാണിജ്യ ഭൂപടത്തിൽ വിഴിഞ്ഞം അതിന്റെ ശേഷി ഇരട്ടിയാക്കി വർദ്ധിപ്പിക്കാൻ പോകുന്നു എന്നതാണ്. വിഴിഞ്ഞം വളരുകയാണ്, സ്വപ്നതുല്യമായ വളർച്ച എന്ന് പറയാൻ സാധിക്കും. ഉറപ്പായും അങ്ങനെ തന്നെ വിലയിരുത്തണം. ഈ നമ്മളിപ്പോൾ പറഞ്ഞു പോകുന്ന പല പദ്ധതികളും വരുമ്പോൾ വിഴിഞ്ഞം ശരിക്കു പറഞ്ഞാൽ ലോക നിലവാരത്തിലേക്ക് ഉയരും എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. വിഴിഞ്ഞത്ത് തുറമുഖത്തെ റെയിൽവേയുമായി ബന്ധിപ്പിക്കുന്ന റെയിൽവേ യാർഡാണ് ഈ രണ്ടാം ഘട്ട പദ്ധതിയിൽ വരുന്നത്. എല്ലാ തരത്തിലുള്ള ചരക്കുകളും കൈകാര്യം ചെയ്യാൻ കഴിയുന്ന മൾട്ടി പർപ്പസ് ബെർത്ത് ഇതിന്റെ ഭാഗമായി പൂർത്തിയാകും. ലിക്വിഡ് ടെർമിനൽ പൂർത്തിയാകും. ടാങ്ക് ഫാം എന്നിവയാണ് രണ്ടാം ഘട്ടത്തിലെ ഹൈലൈറ്റ് ആയി വരുന്നത്. ലിക്വിഡ് ടെർമിനൽ വരുന്നതോടെ ദ്രവരൂപത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വിഴിഞ്ഞത്തേക്ക് എത്തിക്കാൻ പറ്റും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ടാങ്ക് ഫാം വരുന്നതോടെ വൻ കപ്പലുകൾക്ക് ദീർഘദൂര യാത്രക്കിടെ ഇന്ധനം നിറയ്ക്കാൻ വിഴിഞ്ഞം തുറമുഖത്തെ ആശ്രയിക്കാൻ കഴിയും. നമുക്കറിയാം, കപ്പൽച്ചാലിൽ നിന്നും ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമാണ് വിഴിഞ്ഞം. അതുകൊണ്ട് തന്നെ ഇത് വലിയ ഉപകാരം മറ്റ് കപ്പലുകൾക്കുണ്ടാകും. അതുമൂലമുള്ള വലിയ വാണിജ്യപരമായ നേട്ടം കേരളത്തിനും ലഭിക്കുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിലവിൽ വമ്പൻ തുറമുഖങ്ങളിൽ മാത്രമുള്ള സൗകര്യങ്ങളാണ് വിഴിഞ്ഞത്തേക്ക് രണ്ടാം ഘട്ടത്തിൽ വരുന്നത്. ഈ ഘട്ടത്തിൽ വലിയ പദ്ധതികൾ ഈ പറയുമ്പോഴും വലിയ വർഷങ്ങൾ ഇതിന് ദൂരമില്ല എന്നുള്ളതാണ്. 2045 പൂർത്തീകരിക്കേണ്ട ഈ പദ്ധതികളൊക്കെ 2028 പൂർത്തീകരിക്കും എന്നുള്ളതാണ് പുതിയ കരാറിൽ അദാനി ഗ്രൂപ്പ് സർക്കാരിന് വാക്ക് നൽകിയിരിക്കുന്നത്, ഒപ്പിട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ വേഗത്തിൽ പദ്ധതികൾ പൂർത്തീകരിക്കാനുള്ള നിർദ്ദേശം അദാനി ഗ്രൂപ്പിനുണ്ട്. അതിൻ്റെ പദ്ധതി പ്രവർത്തനം ഇതിനോടകം തന്നെ തുടങ്ങിക്കഴിഞ്ഞിട്ടുമുണ്ട്. ഇപ്പോൾ നടക്കുന്നത് ഔദ്യോഗികമായ ഒരു ഉദ്ഘാടന ചടങ്ങ് മാത്രമാണ് വിനീത. അതാണ്, ഔദ്യോഗികമായ ഉദ്ഘാടന ചടങ്ങാണ് നടക്കുന്നത്. ഇതിനൊപ്പം തന്നെ മന്ത്രി വി ശിവൻകുട്ടി ചെറിയ കേന്ദ്ര സർക്കാരിന്റെ നടപടികളിൽ വിമർശനം ഉയർത്തുകയും ചെയ്യുന്നത് നമ്മൾ കാണുകയാണ്. വിഴിഞ്ഞം ഇതാ വളരുന്നു, അതിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് ചുവടുവയ്ക്കുകയാണ്. സെക്കൻഡ് ഫേസ് ഡെവലപ്മെന്റിന്റെ രണ്ടാം ഘട്ട വികസനത്തിന്റെ ഉദ്ഘാടനമാണ് നമ്മൾ കാണുന്നത്.